ഹായ് ഫ്രണ്ട്സ്, ആദ്യം തന്നെ പറയാം, കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് വീഡിയോ എടുക്കണം എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഞാൻ ഇയാളെ ഉറക്കി കിടത്തിച്ചാണ് വന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അതിന് ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കക്ഷി ഉണക്കമാണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ പറയും എൻ്റെ കുട്ടിരിക്കാന്ന്, പക്ഷേ ബാക്കി കാണുന്നവരെല്ലാം പറയും ഉറപ്പൻ്റെ കുട്ടി എങ്ങനെയെങ്കിലും ഇരുന്നോട്ടെ എൻ്റെ കയ്യിൽ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ലോങ് വീഡിയോയുടെ കാര്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് വല്ല അറിയാമോ? കേട്ടോ. അപ്പൊ സംഭവം ഗീവ് അവേ ആണ്. ഗീവ് അവേ പൊട്ട ഇവിടെ. അപ്പോൾ ഗീവ് അവയുടെ ഗിഫ്റ്റ് എന്താണെന്ന് പറയാനുള്ളത്. അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഗീവ് അവേ ഗിഫ്റ്റ് എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്തു എന്നുള്ളത് തുടക്കം തന്നെ പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഹലോ, എക്സ്ക്യൂസ് മീ, നടങ്ങിയിരുന്നേ. എൻ്റെ ടേബിളിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് വേണം അല്ലേ? കയ്യിൽ എന്തൊക്കെ ഉള്ളത്? റബ്ബർ ബാറ്റ്, അത്രയും നല്ലതല്ലേ? ഈ നന്നേ പൊടി. അപ്പം ഗീവ് അവേ ഗിഫ്റ്റിനെ കുറിച്ച് അല്ല, അതിന് മുന്നേ എനിക്ക് അങ്ങോട്ട് വരാനുള്ള പണി. നിങ്ങൾ ഈ ഒരു ബോക്സ് ഉണ്ടോ? ഈ ഒരു ബോക്സും ഈ ഒരു ബോക്സും, ഈ രണ്ട് ബോക്സും എൻ്റെ ജ്വല്ലറീസ് ആണ്. ജ്വല്ലറീസ് എന്ന് പറഞ്ഞാൽ മാലയും വളയൊന്നുമല്ല, എൻ്റെ ഇയറിങ്സ് ആണ്. ഇത് നമ്മൾ ഈ മസാല ട്രേ കേട്ടോ. ഇതിൽ ഫുള്ള് എൻ്റെ കമ്മലാണ്. പൊട്ടിക്കാത്ത വരെ കമ്മലിനകത്തുണ്ട്. ഞാൻ കമ്മൽ അഡിക്റ്റാണ്, ഭയങ്കര കമ്മൽ അഡിക്റ്റ്. ഇതെല്ലാം എൻ്റെ പഴയ കമ്മലുകളാണ് കേട്ടോ. വർഷങ്ങൾ നീണ്ട കയ്യിലുള്ള കമ്മലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ല കാണിക്കുന്നത്, ഇപ്പോഴത്തെ പുതിയ കമ്മലുകളാണ്. ഞാൻ പണ്ട് മുതലേ, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിടാൻ തുടങ്ങിയത് +1 തൊട്ടാണ് ഞാൻ വെടി പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ തൊട്ട് എനിക്ക് കമ്മലുകൾ ഭയങ്കര അഡിക്ഷനാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എൻ്റെ പല കളക്ഷൻസ് ഉണ്ട്. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, പുതിയ മേടിച്ച് വെച്ചേക്കാണ്. അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് എനിക്ക്. ഇങ്ങനെ കളക്ഷൻസ് ഇഷ്ടംപോലെ കമ്പനി കളക്ഷൻ കേട്ടോ, വലുത് മുതൽ ചെറുത് വരെ ഇങ്ങനെയാണ് കമ്പനി. ഓക്കെ, ഒരാൾ ഉറക്കം കേട്ടോ. ഒരാൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഉറക്കമാണ്. ഇങ്ങനത്തെ കുറേ കമ്പനികളുണ്ട്. അപ്പോൾ ഈ കമ്മലുകളുടെ കാര്യം പറഞ്ഞു, ഇങ്ങനെ കമ്മൽ അഡിക്റ്റായിട്ടിരുന്ന ഞാൻ കമ്മൽ അഡിക്റ്റഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും ഒരാൾ എനിക്കൊരു മാല തന്നു. ആ മാലയിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആണ്. കാരണം കഴിഞ്ഞ വർഷമായിരുന്നു ഇൻവിസിബിൾ ചെയിൻസിൻ്റെ സീസൺ തുടങ്ങിയത്. ആദ്യമായി ഇൻവിസിബിൾ ചെയിൻസ് ആരാണോ കൊണ്ടുവന്നു, അവർ കൊണ്ടുവന്നു. അങ്ങനെ പ്രചാരത്തിൽ വന്നൊരു ഇൻവിസിബിൾ ചെയിൻ. ഈ ഒരു മാല ഉണ്ടോ? ഇത് ബ്ലാക്ക് ആണ്. ഇതിനകത്തൊരു ദേവി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ കണ്ണാ അതെന്താ വേണ്ടേ? ഇത് തരണം. അപ്പോൾ ഇൻവിസിബിൾ ചെയിൻ, ഈ ഒരു മാല, ഇതൊരു തുടക്കക്കാരി ചെയ്തു തന്നതാണ്. ആൾ എൻ്റെ കൂട്ടാണ്, തുടക്കക്കാരിയാണ്. അപ്പോൾ ആൾ ചെയ്തു തന്നൊരു ഇൻവിസിബിൾ മാലയാണ്. ഇതിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് അടിപൊളി മാല. ഞാൻ ഭാവിക്കിട്ടത് ഈ ഇൻവിസിബിൾ ചെയിൻ കേട്ടോ. ക്യാമറ വന്നരപ്പിച്ച് വെച്ചാൽ അല്ലണ്ട, ഇൻവിസിബിൾ ചെയിൻ. അപ്പോൾ ഈ ഒരു മാല. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ ഭയങ്കര അഡിക്റ്റഡ് ആട്ടോ. ഇപ്പോഴും ഇൻവിസിബിൾ ചെയിൻ്റെ പല ഐറ്റങ്ങൾ ട്രെൻഡിങ്ങിൽ കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെൻഡിങ്ങിലുണ്ട ഒരു രണ്ട് ഇൻവിസിബിൾ ചെയിൻ 2 എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തരണം എന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹമാണ് ഞാൻ നിറവേറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ ഇൻവിസിബിൾ ചെയിൻ മാല കണ്ടാലോ, അതാണ് നിങ്ങളുടെ ഗീവ് അവേ ഗിഫ്റ്റ്. ഇൻവിസിബിൾ ചെയിനാണെന്ന് പറഞ്ഞാലും ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്ത കേട്ടോ. ആൾ സിമ്പിളായിട്ട് ഒരു വീട് മാത്രം ഇട്ടിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. എല്ലാം എനിക്ക് 2-3 വീട് ആഡ് ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ 2 ഇൻവിസിബിൾ ചെയിൻ മാല അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഏതാണെന്ന് പറയാം. അതിന് മുന്നേ ഞാൻ മാല കാണിച്ചു തരാം കേട്ടോ. മാല നല്ല രസമായിട്ട് കാണാൻ. പാലക്കയുടെ മാലയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ 2 മാലയാണ് ഗിവ് അവേ ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞേ അവളെന്തോ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ കരടിക്കുട്ടി, ഇത് അവളുടെ കരടിക്കുട്ടി കേട്ടോ. വാവോ പറഞ്ഞേ, വാവോ. കരടിക്കുട്ടി ഉറക്കുന്നേ എങ്ങനെ നമ്മൾ? കരടിക്കുട്ടി താഴെപ്പോയി. ഉറങ്ങിക്കോ. അപ്പോൾ ഇൻവിസിബിൾ ചെയിൻ്റെ കാര്യം. ഈ മാല ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഋതു കളക്ഷൻസ് എന്ന് പറയുന്ന രശ്മി ചന്ദ്രൻ എന്നൊരാളുടെ പേജിൽ നിന്നാണ്. അപ്പോൾ ആളുടെ കയ്യിൽ തന്നെ ഇതിൻ്റെ പല വെറൈറ്റി സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ളൊരു പാലക്ക മാല എനിക്ക് വേണമായിരുന്നു. അത് നിങ്ങൾക്ക് തരണം. കാരണം എനിക്ക് ഈ പാലക്ക ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് എനിക്ക് മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനമേ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുള്ളൂ എന്ന് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്തൊരു സാധനം അത് നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റും നിങ്ങൾ
നിങ്ങൾക്ക് ഉണ്ടാവും. കഴിഞ്ഞ ഗിവ് അവേക്കും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഓരോ ഗിഫ്റ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതിൻ്റെ അന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഈ ഒരു മാല ഇതുപോലത്തെ ഒരു മാല, 2 മാലകളാണ് നമ്മുടെ ഗീവ് അവേ ഗിഫ്റ്റായിട്ട് ഗീവ് അവേ വിന്നറിന് കിട്ടുന്നത്. അപ്പോൾ ഗീവ് അവേ വിന്നേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ബഹളമാണ്. മാല എങ്ങനെ ഇടുന്നു? ഇവളിത് കുളമാക്കും. എൻ്റെ കമ്മലുകൾ പോയാൽ ഞാൻ സഹിക്കൂല. ഗിഫ്റ്റ് കിട്ടാനുള്ള മാനദണ്ഡങ്ങൾ: ഫസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. സെക്കൻഡ് എന്തോ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്വല്ലറി എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. തേർഡ് നമ്മുടെ ഈ ഒരു ചാനലിനെ കുറിച്ച്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ തന്നെയാണ്, നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് 1-2 വരി, എസ്സേ ഒന്നും വേണ്ട, 1-2 വരി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇത്രയാണ് നമ്മുടെ മാനദണ്ഡങ്ങൾ. പിന്നെ പറയാം, കഴിഞ്ഞ ഗീവ് അവേ വിന്നേഴ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് വേറെ ചാൻസ് അടുത്ത ആൾക്ക് കൊടുക്കണമല്ലോ. പിന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് ചെയ്തെന്ന് വെച്ചോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്നൊരു 3 റൗണ്ടോളം ഇട്ടിട്ടും ആരും എന്നെ കോൺടാക്ട് ചെയ്തത്, പക്ഷേ 4ാമത്തെ റൗണ്ടിനാണ് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യുക, നോക്കുക റിസൾട്ട് എങ്ങനെയാണ്, ആർക്കാണ് കിട്ടി പോയി എന്നേ ഉള്ളൂ. കാരണം എൻ്റെ ഗിവ് അവേ എല്ലാം ഞാൻ നറുക്കെടുത്താണ് എടുക്കുന്നത്. ആർക്കാണ് ഗിഫ്റ്റ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല സത്യത്തിൽ. എൻ്റെ പേഴ്സണൽ ഇതിലുള്ള ആർക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറില്ല. എവിടെയോ കിടന്ന 2 പേർക്കാണ് കൊടുത്തത്. ഒന്ന് കൊല്ലത്തുനിന്നും ഒന്ന് മലപ്പുറത്തു നിന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിഫ്റ്റ് പോയത്. അതുകൊണ്ട് തന്നെ ആ കാര്യം മാത്രം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കൊള്ളാവോ അന്നു? കൊള്ളാവോ? സൂപ്പറാന്ന് പറഞ്ഞേ. ഇവിടെ കമ്മലിൻ്റെ പരസ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാനദണ്ഡങ്ങൾ. അങ്ങനെ ഗിവ് അവേക്ക് വേണ്ടിയുള്ള കൊടുക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു ബോക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബോക്സിനകത്ത് നമ്മൾ ഒരു മാല ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ ബോക്സാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാര്യകാരണങ്ങൾ. എന്താണ്? അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്നെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണം വിഷസ് കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഓണം ഗിവ് അവേ ഗിഫ്റ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ഇവിടെ നടത്തിയിരിക്കുകയാണ്. നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാം കേട്ടോ. എനിക്കിങ്ങനെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം വലിയ താല്പര്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീഡിയോസ് ഇടുമെന്നല്ലാതെ എൻ്റെ കണ്ടിന്യൂസ് വീഡിയോയിലൊന്നും ഇവരെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഉറക്കം വന്നിട്ട് വന്ന് എൻ്റെ മടിയിൽ കുത്തിയിരിക്കുന്നതിനൊക്കെ ഞാൻ എന്തോ ചെയ്യാനാണ്. ഇറങ്ങാൻ പറഞ്ഞാൽ പോലും ഇറങ്ങത്തില്ല. പോകത്തില്ല ഗൈസ്. ഇതിങ്ങനെ അടയൊട്ടിയിരിക്കുന്ന 2 പേരിൽ ഒരാളാണിത്. അപ്പം ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞേ നമ്മുടെ ഭാഷ പറഞ്ഞു. അപ്പോൾ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗിഫ്റ്റ് ആർക്കാണ് കിട്ടുന്നത് അറിയത്തില്ല, നമുക്ക് ലക്കുള്ളവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗിവ് അവേ ഗിഫ്റ്റിനെ കുറിച്ചുള്ള 2 വരി പറഞ്ഞാൽ സന്തോഷം. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഇത് സത്യം പറഞ്ഞാൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഏകദേശം 100-150 സംതിങ് അറൗണ്ട് ആയതോ. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ പറയാം, അപ്പോൾ ഇത് എക്സ്ട്രാ എത്ര രൂപയാവുമെന്നൊന്നും ചിന്തിക്കേണ്ട. കാരണം ഇതിൻ്റെ ബീഡ്സിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. എല്ലാ ബീഡിനും ഓരോ ബീഡിനും നല്ല വിലയുണ്ട്. അപ്പോൾ അവരുടെ മേക്കിംഗ് ചാർജും കൂടി എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അവരത് വിൽക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാല മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഋതു കളക്ഷൻസ് ആൻഡ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അവരുടെ ചില സാധനങ്ങൾ എക്സാമ്പിൾസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞേ. അപ്പോൾ താങ്ക് യു ബൈ ഋതു കളക്ഷൻസ് ഫോർ ദിസ് ഗിഫ്റ്റ്. ഇത് ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് മേക്ക് ചെയ്ത് തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പറ. അവളത് കൊളവാക്കുന്ന ലക്ഷണമുണ്ട്. ഇങ്ങനെ തന്നെ നീ പോയണി. അപ്പോൾ ഓക്കെ, ടാറ്റാ പറഞ്ഞേ. ടാറ്റാ.